إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പുലർത്തിപ്പാലിച്ച് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നെഞ്ചിലേറ്റി ഈ ലോകത്തോട് വിട പറയുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ചരിത്രത്താളുകൾ പരിശോധിച്ചാൽ ചുരുങ്ങിയ ആയുസ് കൊണ്ട്, അല്പകാലത്തെ ജീവിതം കൊണ്ട് അത്ഭുത ചരിത്രം സൃഷ്ടിച്ച നിരവധി പണ്ഡിതന്മാരുടെയും സ്വഹാബികളുടെയും ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അതിനൊരു ഉദാഹരണമാണ്. ഹിജ്റ 31 ഇസ്ലാം സ്വീകരിച്ച് ഹിജ്റ 37 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. വെറും 6 കൊല്ലം മാത്രമാണ് മുസ്ലിമായി അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. എന്നാൽ 6 കൊല്ലം കൊണ്ട് നമുക്കൊക്കെ 6 നൂറ്റാണ്ട് ലഭിച്ചാലും ചെയ്തു തീർക്കാൻ പറ്റാത്തത്രയും സൽക്കർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹം മുന്നേറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് അള്ളാഹുവിൻ്റെ ആകാശ ലോകത്തുണ്ടായ ഒരു അത്ഭുതത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സഅദ് ഇബ്നു മുആദിന്റെ മരണവാർത്ത കേട്ട് അള്ളാഹുവിന്റെ അർശ്, സിംഹാസനം വിറച്ചുപോയി എന്നാണ്. അള്ളാഹുവിന്റെ സിംഹാസനം, അർശ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വലുപ്പത്തെക്കുറിച്ചും വിശാലതയെക്കുറിച്ചും ഒക്കെ ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹുവിന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അബൂദർ റളിയല്ലാഹു അൻഹു ആദ്യമായി പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് അവതരിച്ച വചനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ വചനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി എന്ന് പറഞ്ഞു. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അബൂദർ, അള്ളാഹുവിന്റെ കുർസിയും ആകാശങ്ങളും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയുമോ? എന്നിട്ട് പറഞ്ഞു കൊടുത്തു, മരുഭൂമിയിൽ ഒരു വളയമിട്ടാൽ, ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയൊരു മോതിരമിട്ടാൽ, ആ മോതിരമാണ് അള്ളാഹുവിന്റെ കുർസിയുടെ മുമ്പിൽ ആകാശങ്ങളും ഭൂമിയും അടങ്ങുന്ന ഈ പ്രപഞ്ചം. ആ വിശാലമായി കിടക്കുന്ന ആ മരുഭൂമിയാണ് കുർസി. അത്രയും വ്യത്യാസം കുർസിയുടെയും ആകാശങ്ങളുടെ ഭൂമിയുടെയും ഇടയിലുണ്ട് എന്നാണ്. അത്രയും വലുപ്പമാണ് ഈ കുർസിക്കുള്ളത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. തുടർന്ന് വീണ്ടും പറഞ്ഞു, അബൂദർറെ, ഇത്രയും വലിപ്പമുള്ള അള്ളാഹുവിന്റെ കുർസിയും അള്ളാഹുവിന്റെ അർശും തമ്മിലുള്ള വ്യത്യാസം അറിയുമോ? എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇതേപോലെ മരുഭൂമിയിൽ ഒരു മോതിരമിട്ടാൽ, ഒരു വളയമിട്ടാൽ, അതാണ് അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കുർസിയുടെ വലുപ്പം. ബാക്കി വരുന്ന മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശ് എന്നാണ്. അപ്പൊ എത്രത്തോളം വലുപ്പമാണ് ആ അർശിനുള്ളത് എന്ന് ഏകദേശം നമുക്കൊന്ന് മനസ്സിലാക്കാൻ, കൃത്യമായി നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ലെങ്കിലും ആ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മൊത്തത്തിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും വലുപ്പമുള്ള ഈ ലോകത്ത് ഒന്നാമതായും അള്ളാഹു പടച്ച അർശാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ട് കുലുങ്ങിയത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഇതുവരെയും ആ സമയം വരെയും ഭൂമിയിലേക്ക് ഇറങ്ങാത്ത, മറ്റൊരവസരത്തിലും ഇറങ്ങാത്ത 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ മാത്രം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത്. അവിടെ വേറൊരു ചരിത്ര സംഭവം കാണാം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മുനാഫിക്കുകളായ ആളുകൾ പരിഹസിച്ചു എന്നാണ്. വളരെ ഭാരം കുറഞ്ഞ, ഭാരമില്ലാത്ത ജനാസയാണ് സഅദിന്റെ ജനാസ എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്നാണ്. അപ്പൊ സത്യത്തിൽ അങ്ങനെ ഒരു ഭാരക്കുറവ് സ്വഹാബത്തിന് ആ ജനാസ കൊണ്ടുപോകുമ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിനെ തുടർന്നാണ് ഈ പരിഹാസമുണ്ടായത്. ആ പരിഹാസമുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, സഅദിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ 70,000 മലക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരം തോന്നാത്തത് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ വലിയ ഒരു പദവിയായി, ശ്രേഷ്ഠതയായി, സ്ഥാനമായിട്ട് പ്രവാചകൻ അവിടെ പഠിപ്പിച്ചു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കേവലം 6 കൊല്ലം ജീവിച്ചിട്ടാണ് ഇത്രയും വലിയ സ്ഥാനം അദ്ദേഹം നേടിയത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചു? ചെറിയ കാലം കൊണ്ട് ഇത്രയും വിശാലമായ കർമ്മങ്ങളിലൂടെ ജീവിതത്തെ ധന്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതിൻ്റെ അടിസ്ഥാന കാരണം ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് അവതരിച്ചു എന്നതാണ്. അദ്ദേഹത്തിന് റബ്ബിന്റെ പക്കൽ നിന്നുള്ള ബറക്കത്ത് ഉണ്ടായി എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് തന്നെ ആ ബറക്കത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബർക്കത്ത് എന്നാണ് പല ആളുകളും ഉച്ചരിക്കാറുള്ളത്. ബർക്കത്ത് റോയിന് സുക്കൂന് നൽകിയിട്ടാണ് പറയാറുള്ളത്. ശരിയായ അറബി ഭാഷയിലെ പ്രയോഗം ബറക്കത്ത് എന്നാണ്. ബർക്കത്ത് എന്നല്ല, ബറക്കത്ത് എന്നതാണ്. ആ ബറക്കത്ത് എന്നതിന്റെ വിശദീകരണമായി, അതിന്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ,
അൽ ബറക്കത്തു ഹിയ സുബൂത്തുൽ ഖൈറിൽ ഇലാഹി ഫി ഷൈ. ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു ഖൈർ സ്ഥിരപ്പെടുക എന്നതാണ് ബറക്കത്തിന്റെ നിർവചനമായി പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു നല്ല കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേകമായ രീതിയിൽ നന്മ സ്ഥിരപ്പെടുക എന്നതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ നന്മ വന്നു കഴിഞ്ഞാൽ ഫൽ ബറക്കത്തു മാ ഹല്ലത് ഫി ഖലീലിൻ ഇല്ലാ കസുറ. കുറച്ചുള്ള കാര്യത്തിലേക്ക് ബറക്കത്ത് അവതരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലുള്ളതായിട്ട് അനുഭവപ്പെടുമെന്നാണ്. ഇനി കൂടുതലുള്ളതിലേക്ക് ഇറങ്ങിയാൽ വലാ കതീരിൻ ഇല്ലാ നുഫിഅ. കൂടുതൽ ഉള്ള, നമുക്ക് ഓൾറെഡി കൂടുതലായി തോന്നുന്ന ഒരു കാര്യത്തിൽ ബറക്കത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൂടുതലുള്ളത് തന്നെ ഒന്നും കൂടി ഇരട്ടിയായി ഉപകാരപ്രദമായി തീരുകയും ചെയ്യുമെന്നാണ്. അതാണ് ഈ ബറക്കത്തിന്റെ പ്രത്യേകത. ആ ഒരു ബറക്കത്താണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെയും സമാനമായ ചരിത്രത്തിൽ കാണാൻ പറ്റുന്ന മഹാരഥന്മാരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ബറക്കത്തിന്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യം. ബറക്കത്തിന് മലയാളത്തിൽ സാധാരണ നമ്മൾ പരിഭാഷയിലൊക്കെ അനുഗ്രഹം എന്നാണ് അർത്ഥം പറയാറുള്ളത്. നിഅമത്ത് എന്നതിനും അനുഗ്രഹം എന്നാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. കാരണം നമ്മുടെ ഭാഷയ്ക്കൊരു പരിമിതിയുണ്ട്. നിഅമത്തിന്റെ അർത്ഥമായി പറയുന്ന അനുഗ്രഹവും ബറക്കത്ത് എന്നതിന്റെ അർത്ഥമായി പറയുന്ന അനുഗ്രഹവും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ആരോഗ്യം അതൊരു നിഅമത്താണ്. എന്നാൽ എല്ലാ നിഅമത്തിലും ബറക്കത്തുണ്ടായിക്കൊള്ളണം എന്നില്ല. ഉദാഹരണത്തിന് ഈ ആരോഗ്യം എന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്. ആ ആരോഗ്യം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കുന്നു. കുറച്ചു കാലം ആരോഗ്യം കൊണ്ട് ജീവിച്ചു. ആ ആരോഗ്യമുള്ള കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിച്ചു. അത് ബറക്കത്താണ്. ആ ആരോഗ്യത്തിലേക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങിയാൽ ചെറിയ കാലം വരെ ആരോഗ്യവാനായിട്ട് ജീവിച്ചാൽ പോലും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് ബറക്കത്തും അനുഗ്രഹവും തമ്മിലുള്ള വ്യത്യാസമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും സഹോദരന്മാരെ, ബറക്കത്ത് നമുക്കും നേടിയെടുക്കാൻ കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിച്ചാലും ഒരുപാട് നന്മകൾ ചെയ്യുന്ന വിധത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമുക്ക് സഹായകമാകുന്ന ആ ബറക്കത്ത് നമുക്ക് നേടാൻ കഴിയുന്ന ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മൊത്തത്തിലായി പറയാൻ പറ്റുന്ന, ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ബറക്കത്ത് നേടാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തഖ്വല്ലാഹി അസ്സ വജല്ല ഫി സിർരി വൽ അലാനിയ എന്ന. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല തഖ്വയുള്ള, പടച്ചവനെക്കുറിച്ച് ബോധമുള്ള, പേടിയുള്ള, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള, മരിക്കുമെന്ന തിരിച്ചറിവുള്ള വിശുദ്ധമായ നല്ല ഒരു ജീവിതം നയിക്കുക എന്നതാണ് ബറക്കത്ത് ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രാമക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറ, അള്ളാഹുവിന്റെ ശിക്ഷ അവതരിച്ച ഒരു ഗ്രാമവാസികളെ കുറിച്ച് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. ആ ഗ്രാമത്തിലുള്ള ആളുകൾ ആമനു, വിശ്വസിക്കുകയും വത്തഖൗ, തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം അവർക്ക് ബറക്കത്ത് ഞാനിങ്ങനെ ചൊരിഞ്ഞ് തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. പക്ഷെ വലാകിൻ കദ്ദബു, അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അതിനെ തുടർന്ന് അവർ സമ്പാദിച്ചതിന്റെ പേരിൽ അവരെ നാം പിടികൂടി ശിക്ഷിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അവർ തഖ്വ പാലിച്ചിരുന്നുവെങ്കിൽ ബറക്കത്ത് നാം നൽകുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ബറക്കത്തിനുള്ള പ്രധാനമായി നമ്മളിൽ നിന്നുണ്ടാവേണ്ടുന്ന ഒരു സൽഗുണം തഖ്വയുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പരിശുദ്ധ റമളാനിനേക്കാൾ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ആ റമളാനിനെ പുൽകുവാൻ, ആ റമളാനിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ റമളാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ തഖ്വ നേടാൻ, ആ തഖ്വയിലൂടെ ബറക്കത്തുള്ള ജീവിതമാക്കി മാറ്റാൻ നമുക്ക് ഏറ്റവും സഹായകമേകുന്ന ഒരു മാസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു ലഅല്ലകും തത്തഖൂൻ. തഖ്വ പാലിക്കാൻ വേണ്ടിയാണ് നോമ്പ്, പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. അതതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. നോമ്പിന്റെ അടിസ്ഥാന ഉദ്ദേശം തഖ്വയാണ്. ആ തഖ്വയാണ് ബറക്കത്ത് നേടാനുള്ള ഒന്നാമത്തെ ഒരു മാനദണ്ഡമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ അടിമുടി പരിശോധിക്കണം. ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തണം.
എൻ്റെ ജീവിതം എങ്ങനെയാണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൂക്ഷ്മതയുള്ള, ശ്രദ്ധയുള്ള, ബോധമുള്ള ഞാൻ ഇന്ന് മരിച്ചാൽ, ഇന്നെങ്ങാലും ഈ ലോകത്തു നിന്ന് ഞാൻ വിട പറഞ്ഞു പോയാൽ എൻ്റെ ജീവിതം വിശുദ്ധമാണോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ശാപത്തിനിരയാകുന്ന ജീവിതമാണോ ഇതുവരെ നയിച്ചത്? എൻ്റെ പരലോകം എന്തായിരിക്കും? ഇന്ന് ഖബറിലേക്ക് കിടക്കേണ്ടി വന്നാൽ എൻ്റെ പരലോക ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്കവിടെ സൗഭാഗ്യമുണ്ടാകുമോ? അതല്ല ദൗർഭാഗ്യവനായി ജീവിക്കേണ്ടി വരുമോ? എൻ്റെ തുലാസ് കനം തൂങ്ങുമോ? അതല്ല കനം കുറഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ചെന്ന് പതിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിചാരണ നടത്തണം. എന്നിട്ട് തഖ്വയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് ജീവിതത്തിലേക്ക് തഖ്വയെ കൊണ്ടുവരാൻ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ബറക്കത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായി പഠിപ്പിക്കപ്പെട്ടത്. രണ്ടാമതായി പണ്ഡിതന്മാർ ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞത് അൽ ഇഖ്ബാലു അലൽ ഖുർആനി തിലാവതൻ വതദബ്ബുറൻ വഹിഫ്ള എന്നാണ്. വിശുദ്ധ ഖുർആനുമായി നല്ല ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. നമ്മുടെ ഭാര്യയുമായി നമ്മൾ എത്രത്തോളം ബന്ധം സ്ഥാപിക്കുന്നുണ്ട്? മക്കളുമായി എത്ര നല്ല ബന്ധമാണ് നമുക്കുള്ളത്? നമ്മുടെ ഉപ്പയും ഉമ്മയെയും എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്? എത്ര നല്ല അഭേദ്യമായ ബന്ധമാണ് അവരുമായി നമ്മൾ വെച്ച് പുലർത്തുന്നത്? അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി വിശുദ്ധ ഖുർആനുമായി നല്ല ഒരു പിരിയാൻ പറ്റാത്ത ബന്ധം നമുക്കുണ്ടാവണമെന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട്, അതിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് ധാരാളം നമ്മൾ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പരാജയം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നിരവധി വചനങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക് ഔ അലൈക്. വിശുദ്ധ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായിരിക്കുമെന്നാണ്. ഒന്നുകിൽ നിന്റെ മിത്രനായി പരലോകത്ത് നിനക്ക് വേണ്ടി സാക്ഷി പറയുന്ന ആളായി കടന്നു വരും, അല്ലെങ്കിൽ നിനക്കെതിരെ തിരിയുന്ന, നിനക്ക് ഭാരമായി മാറുന്ന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ പരലോകത്തേക്ക് നിനക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകും. ഏത് വേണമെന്ന് സഹോദരന്മാരെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് എൻ്റെ ബന്ധം എങ്ങനെയാണ്? എത്രത്തോളം ഖുർആനുമായി ഞാൻ ബന്ധം പുലർത്തുന്നുണ്ട്? ഓരോ ദിവസവും ഇത്രയും സമയം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും ദുനിയാവിന് വേണ്ടി ഒരു ഭാഗത്ത് മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ, കുടുംബത്തെയും സ്വന്തത്തെയും പോറ്റാൻ വേണ്ടി ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ തീർക്കുമ്പോൾ, ആ ഖുർആൻ ഒരല്പമൊന്ന് ഓതാൻ എത്ര സമയം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അല്ല എങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, وقال الرسول يا قوم يا رب إن قومي اتخذوا هذا القرآن مهجورا. പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്, പടച്ചവനെ, എന്റെ റബ്ബേ, എന്റെ ജനത, ഞാൻ വിശുദ്ധ ഖുർആൻ നന്നായി അവർക്ക് പഠിപ്പിച്ചിട്ട് പോലും, അതിലെ ആശയങ്ങളെല്ലാം കൃത്യമായി അവർക്ക് വിവരിച്ച് കൊടുത്തിട്ട് പോലും അവർ ഖുർആനിനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞു, അവർ ഖുർആനിൽ നിന്ന് മുഖം തിരിഞ്ഞ് മാറി നിന്നു എന്ന് പറഞ്ഞ് ഖുർആൻ അവർക്കെതിരെ തിരിയുന്ന, ഖുർആനിനെ അവഗണിച്ച ആളുകളായി നമ്മൾ മാറുമോ എന്ന് ഗൗരവത്തിൽ നമ്മൾ പേടിക്കണം. അൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക്. ഒന്നുകിൽ നിനക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി നിന്റെ ശത്രുവായി കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ലോകത്തേക്ക് നന്മ പടരാൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായി കടന്നു വന്ന, ഓരോ മനുഷ്യനെയും ജാതി വ്യത്യാസമില്ലാതെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ കടന്നു വന്ന വിശുദ്ധ ഖുർആൻ പരലോകത്ത് നമുക്ക് ശത്രുവായി വന്നാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എത്രമാത്രം ഭയാനകമായിരിക്കും ആ രംഗം, എത്രമാത്രം പേടിപ്പെടുത്തുന്ന, വിറച്ചു പോകുന്ന സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണമെന്നതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട സഹോദരന്മാരെ, 3 രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അത്തിലാവത്ത് എന്നതാണ്, പാരായണമാണ്. നമുക്കറിയാം, ഖുർആൻ എന്നുള്ളത് ഹദീസ് പോലെയല്ല, ദീനിന്റെ മറ്റു ഗ്രന്ഥങ്ങളെ പോലെയല്ല, വ്യത്യസ്തമാണ്. ഖുർആനിന്റെ നിർവചനം പറയുന്നിടത്ത് തന്നെ പറയുന്നത് അൽ മുതഅബ്ബദു ബി തിലാവത്തിഹി എന്നാണ്. പാരായണം ചെയ്താൽ തന്നെ കൂലിയാണ്. ഹദീസുകൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ മറ്റു വാക്കുകൾ അങ്ങനെയല്ല. ഖുർആൻ ഓരോ അക്ഷരങ്ങളും ഒരു പക്ഷെ അർത്ഥം അറിയാതെ തന്നെ പാരായണം ചെയ്താൽ പോലും അവൻക്ക് ഓരോ ഹർഫിനും 10 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. അലിഫ് ലാം മീം സ്വാദ് എന്നൊരാൾ ഓതുമ്പോൾ 3 ഹർഫുകളാണ്, 30 പ്രതിഫലമാണ് അള്ളാഹു സ്വീകരിച്ചാൽ ആ മനുഷ്യർക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം, അത്തരത്തിലുള്ള ഒരുപാട് ഏത് മനുഷ്യൻ
മനുഷ്യന് വളരെ അനായാസം പ്രതിഫലം വാരിക്കോരി നിറക്കാനുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകിയിട്ട്, അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള ഒരു വചനമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രവാചകനിലൂടെ നമുക്ക് ലഭിച്ചിട്ട് പോലും ആ ഖുർആനിനോട് നല്ല രൂപത്തിലുള്ള ഒരു ബന്ധം ഇല്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നമ്മൾ മുഅ്മിനാണെന്ന് പറയുന്നതിൽ എന്ത് അഭിമാനമാണുള്ളത്? അതൊക്കെ വെറും വാക്കുകളായി ഒതുങ്ങുമെന്നതാണ്. അതുകൊണ്ട് ആ തിലാവത്ത്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അത് നമ്മൾ കൃത്യമാക്കണം. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം നമുക്കുണ്ടാകാൻ പാടില്ല. അത്രക്കും പ്രയാസകരമായ സാഹചര്യങ്ങൾ നീക്കി വെച്ചാൽ നമുക്ക് ആരോഗ്യമുള്ള, നമുക്ക് സൗകര്യമുള്ള, നമുക്ക് പ്രത്യേകമായ തടസ്സങ്ങൾ ഇല്ലാത്ത എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ ഓതണം. കേവലം ജുമാ ദിവസം മാത്രം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഖുർആനോടുള്ള ബന്ധം പൂർത്തിയാവൂല. അതുപോലും ചെയ്യാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ്. വെള്ളിയാഴ്ച ദിവസം വന്നാൽ ഒരു സൂറത്തുൽ കഹ്ഫ് ഓതാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ ജുമാ ദിവസം മാത്രമല്ല, പരിശുദ്ധ റമദാൻ വരുമ്പോൾ മാത്രമല്ല, ഏതെങ്കിലും പ്രത്യേക ദിവസത്തിലോ മാസത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാലോ ഒക്കെ ഓതുന്നതല്ല ഖുർആൻ. മറിച്ച് ജീവിതത്തിലുടനീളം മരിക്കുന്നത് വരെ നമ്മുടെ റൂഹ് നമ്മളിൽ ഉള്ള കാലം അത്രയും വിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് എടുത്തു ഓതാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം സഹോദരന്മാരെ. മറ്റെന്തെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, എത്രയൊക്കെ അനാവശ്യങ്ങൾ വായിക്കുന്നുണ്ട്. വാട്സപ്പിൽ ഓരോ ദിവസം എത്ര മെസ്സേജുകളാണ് നമ്മൾ വായിക്കുന്നത്. അതിനിടയിൽ ഒരു അല്പം പടച്ചവന്റെ ഗ്രന്ഥം വായിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദരന്മാരെ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ളാന്റെ വായു ശ്വസിച്ച് മുസ്ലിമാണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുക? അതിന് നമുക്ക് യോഗ്യതയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമത്തെ കാര്യം പാരായണമാണ്. ഖുർആൻ എല്ലാ ദിവസവും നമ്മളൊരു സമയം നിശ്ചയിച്ച്, അല്ലെങ്കിൽ നമുക്ക് സൗകര്യമാകുന്ന ഒരു സമയത്ത് ഒരായത്തെങ്കിൽ ഒരായത്ത്, അല്ലെങ്കിൽ ഒരു അര പേജ്, അല്ലെങ്കിൽ ഒരു പേജ് അത് ഓതുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതാണ് ഒന്നാമതായിട്ട് ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തത്, കേവലം പാരായണം ചെയ്താൽ മാത്രം പോലെ സഹോദരന്മാരെ, ഖുർആൻ ഹിഫ്ളാക്കണം, മനഃപ്പാഠമാക്കണം. കേവലം പാരായണം ചെയ്യാൻ മാത്രം അവതരിക്കപ്പെട്ട ഗ്രന്ഥമല്ല ഖുർആൻ, മറിച്ച് മനഃപ്പാഠമാക്കാനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ. ഖുർആനിനെ എളുപ്പമാക്കിയിട്ടുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നല്ല താല്പര്യത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി പഠിക്കാനിരിക്കുന്ന ആളുകൾക്ക്, പഠിതാക്കൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ്. 6 വയസ്സിലും 7 വയസ്സിലും ഒക്കെ ഖുർആൻ മനഃപ്പാഠമാക്കിയ എത്ര ആളുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് കേട്ട വാർത്ത, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ചെറിയൊരു കുട്ടി 6ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി എന്നൊരു നല്ല ഒരു വാർത്ത കേൾക്കാനിടയെ. ആ കുട്ടിക്ക് അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെ ധാരാളം പറ്റുന്ന ആളുകൾ ഉണ്ട്. ഖുർആൻ ആ രീതിയിൽ അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കുമെന്നതാണ്. നമ്മളതിന് തയ്യാറാകണമെന്നതാണ്. അപ്പൊ നമ്മളൊക്കെ ഈ ചെറിയ വയസ്സിലൊക്കെ പഠിച്ച കുറെ ഹിഫ്ളാക്കിയ സൂറത്തുകൾ ഉണ്ടാവും. ഏകദേശം എല്ലാ ആളുകളും കുറച്ചെങ്കിലും ഹിഫ്ളാക്കിയ ചില സൂറത്തെങ്കിലും ഉണ്ടാവും. പലപ്പോഴും ആ സൂറത്തുകൾ പോലും നമുക്ക് പാരായണം ചെയ്യാൻ, കാണാതെ ഓതാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ഒരു ഇമാമത്ത് നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായെന്ന് നമ്മൾ ഓരോരുത്തരും കരുതാം. നമ്മളൊരു പള്ളിയിൽ ചെന്നു, ജഹരിയായ നിസ്കാരമാണ്, ഒച്ചത്തിൽ ഓതുന്ന നിസ്കാരമാണ്, നമുക്കൊന്ന് ഇമാമത്ത് നിൽക്കാനുള്ള ഒരു നിർബന്ധിത സാഹചര്യം വന്നാൽ പോലും നമ്മൾ അത്യാവശ്യം മനഃപ്പാഠമാക്കിക്കൊണ്ട് നമുക്ക് നിർഭയത്തോടു കൂടി ഓതാൻ പറ്റുന്ന സൂറത്തുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് ഇല്ല എങ്കിൽ അതിനൊരു പരിഹാരം കാണണമെന്നതാണ് സൂചിപ്പിക്കുന്നത്. ഹിഫ്ള് ഉണ്ടാവണം. ആ വിഷയത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാം. ഖുർആൻ എല്ലാ ദിവസവും ഓതാൻ പ്രത്യേകം പ്രയാസമില്ല. പലപ്പോഴും ഈ മനഃപ്പാഠമാക്കിയ സൂറത്തുകൾ പലർക്കും മറന്നു പോകുന്ന പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നുപോയി എന്നതാണ് നമ്മുടെയൊക്കെ ഒരു പരാതി. അതിനെന്താണ് സഹോദരന്മാരെ പരിഹാരം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് പരിഹാരം. തആഹദുൽ ഖുർആൻ. ഒറ്റ ഒരു പരിഹാരമാണ് പ്രവാചകൻ പറഞ്ഞത്. തആഹദുൽ ഖുർആൻ. നിങ്ങൾ ഖുർആനുമായിട്ട് പൂർണ്ണമായും അതിനെ നല്ല രൂപത്തിൽ പരിഗണിക്കണം, അതുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കണം എന്നതാണ് പ്രവാചകൻ പറഞ്ഞ ഒറ്റ വാക്കിലുള്ള പരിഹാരം. അതുകൊണ്ട് തന്നെ ഈ പഠിച്ച മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ മറക്കാതിരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കുക എന്നത് മാത്രമാണ് അതിന് പരിഹാരം. എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിൽ പോലും ആവർത്തനമില്ലെങ്കിൽ മനഃപ്പാഠമാക്കിയ കാര്യം അത് ഏതാണെങ്കിലും അത് മറന്നു പോകുമെന്നാണ് ഒരു വാസ്തവം. പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ സാധാരണ പറയാറുണ്ട്, അൽ ഹിഫ്ളു ലാ യസ്ബുതു ഇല്ലാ ബിത്തഖ്റാർ. മനഃപ്പാഠമാക്കിയ കാര്യം അത് ആവർത്തനത്തിലൂടെ അല്ലാതെ സ്ഥിരപ്പെടൂല എന്നാണ്. ഏതൊരു കാര്യം, ഒരു ചെറിയ ഒരു കാര്യം നമ്മൾ കാണാതെ പഠിച്ചു,
നമുക്ക് മറന്നു പോകുന്ന കാരണം നമ്മൾ രണ്ടാമതായിട്ട് അതിലേക്ക് നോക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആവർത്തനം ഉണ്ടാവണം, മുറാജ നടക്കണം. ഖുർആൻ പഠിച്ച ഹാഫിദുകളൊക്കെ എങ്ങനെയാണ് സഹോദരന്മാരെ, ഹറമിലൊക്കെ വലിയ വലിയ വയസ്സായ ആളുകൾ വരെ, സുദൈസിയെ പോലെയുള്ള വലിയ പ്രായം ചെന്ന ആളുകൾ വരെ ഖുർആൻ അനായാസം പാരായണം ചെയ്യുന്നുണ്ട് കാണാതെ. എങ്ങനെ സാധിക്കുന്നത്? വെറുതെ സാധിക്കുന്നതല്ല, മറിച്ച് അവർ കൃത്യമായ ഒരു പ്ലാൻ വരച്ച് ഓരോ ദിവസവും ആവർത്തിച്ച് പഠിച്ച ഹിഫ്ളുകളെ പുനരാവർത്തനം നടത്തുന്നത് കൊണ്ട് മാത്രമാണത് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഓരോരുത്തരും പഠിച്ച ഭാഗം നമുക്കും അറിയാലോ. ഉദാഹരണത്തിന് ഒരാൾ ഒരു 7 ജുസു കാണാതെ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും പലതും മറന്നു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇമാമത്തൊന്നും പ്രത്യേകമായ ജോലി ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിൽ എന്തായാലും മറന്നുപോകും. അതിന് പരിഹാരം എന്താണ്? അതിന് പരിഹാരം, ഉദാഹരണത്തിന് 7 ജുസു പഠിച്ച ആളാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ദിവസം ഒരു ജുസു വെച്ചിട്ട് ഓതാം, പഠിച്ചതിന് ആവർത്തനം നടത്താം. അങ്ങനെ 7 ദിവസം കൂടുമ്പോൾ 7 ജുസു ഒരു വട്ടെങ്കിലും ആവർത്തനം നടത്താം. അടുത്ത ആഴ്ച ഇത് തന്നെ ആവർത്തിക്കാം. 14 ജുസു ആണ് പഠിച്ചതെങ്കിലും ഒരു ദിവസം 2 ജുസു വെച്ചിട്ട് ഓതണം. ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഓരോരുത്തരും എന്താണ് പഠിച്ചത്, നമ്മളൊരു 5-10 സൂറത്താണ് പഠിച്ചെന്ന് വിചാരിക്കുക. ഒന്ന് നോക്കിയില്ലെങ്കിൽ മറന്നു പോകുന്ന രൂപത്തിലുള്ള സൂറത്താണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യാം. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നോക്കി നമ്മളൊരു പ്ലാന് വരച്ച് ഒരു കൃത്യമായ ഒരു തർത്തീബ് കണ്ടുകൊണ്ട് ചുരുങ്ങിയത് ഒരാഴ്ച കഴിയുമെങ്കിലും ആ പഠിച്ചത് രണ്ടാമതായിട്ട് ഓതുന്ന ഒരു വട്ടെങ്കിലും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ആ രൂപത്തിൽ നമ്മളൊന്ന് ക്രമീകരിച്ചാൽ വളരെ നിഷ്പ്രയാസം, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര പ്രായം ചെന്നാലും ഒരു പക്ഷേ നമുക്ക് മറക്കാതെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇതൊരു അനുഭവമാണ്, നമുക്കൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കൂടുതൽ റിസ്ക് ഒന്നും ഇല്ലാത്ത വിധം അത് മനഃപ്പാഠമാക്കിയ കാര്യം ഇങ്ങനെ പോകും. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ചെയ്യൽ എന്താണ്? ഒരു സൂറത്ത് പഠിക്കും, വളരെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു സൂറത്ത് പഠിച്ചിട്ടുണ്ട് ഒരു ക്ലാസ് ഒക്കെ കേട്ടിട്ട്, എന്നിട്ടോ എപ്പോഴെങ്കിലും മാസത്തിലോ ആഴ്ചയിലോ ഒരിക്കലും ഓതും. അതൊരിക്കലും മനസ്സിലുണ്ടാവില്ല, അത് മറന്നു പോകും, ഉറപ്പാണ്. ഒരു സാധനം പഠിച്ചാൽ, പ്രത്യേകിച്ച് ഖുർആനിന്റെ ഒരു വചനം പഠിച്ചാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നത്, ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് അത് മറന്നുപോകും. അതുകൊണ്ട് ഈ രൂപത്തിലൊരു ക്രമീകരണം, പ്രിയപ്പെട്ടവർ, നമ്മൾ ഓരോരുത്തരും പഠിച്ച ഭാഗങ്ങളൊന്ന് നമ്മൾ തന്നെ ഒന്ന് നോക്കി വിലയിരുത്തി ഇത് ആവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ദിവസങ്ങളെ മാറ്റണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പഠിച്ച ഹിഫ്ള് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ആ ഹിഫ്ളിലൂടെ ഹിഫ്ള് എത്രത്തോളം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് പരലോകത്ത് ഒരാൾക്ക് ദറജ കൂടുക എന്നാണ് ഹദീസിൽ പറഞ്ഞത്. പരലോകത്ത് പറയുമെന്നാണ്, സ്വർഗത്തിലെത്തിയ ആളോട് പറയും, നീ ഓതുക, പാരായണം ചെയ്യുക. അങ്ങനെ നീ പാരായണം ചെയ്ത് എത്തുന്ന അവസാനത്തെ വചനം അവിടെയാണ് നിന്റെ സ്ഥാനം എന്ന് പറയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹാഫിദുകളായി സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമായിരിക്കും ലഭിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ ഹാഫിദാക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് പ്രിയമുള്ളവരെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ ഹിഫ്ളിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, മനഃപ്പാഠമാക്കിയിട്ടുമുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത്തദബ്ബുർ എന്നാണ്. ഖുർആനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അറിയണം, അതിന്റെ ആശയം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ക്യൂച്ചലസ് ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, ഖുർആനിന്റെ വചനങ്ങളെ വിശദീകരിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖുർആനിന്റെ വിശദീകരണം നടത്തുന്ന ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ഒരു സമയ ക്രമീകരണം നമ്മൾ വരുത്തണമെന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ ഹിഫ്ളാക്കിയ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഉണ്ടാവും. സൂറത്തുൽ ഫാത്തിഹ പോലെ, ഇഖ്ലാസ് പോലെയുള്ള ചെറിയ ചെറിയ വചനങ്ങളൊക്കെ, അതിന്റെ എങ്കിലും അടിസ്ഥാനപരമായി നമ്മളൊക്കെ കാണുന്ന സൂറത്തുകളുടെ എങ്കിലും അർത്ഥവും അതിന്റെ വിശദീകരണമൊക്കെ പഠിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറണമെന്നതാണ്. അങ്ങനെ ആ ഖുർആനിനെ ചിന്തിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നത്. പണ്ഡിതന്മാർക്ക് സാധിച്ചതുപോലെ, സ്വഹാബത്തിന് കഴിഞ്ഞതുപോലെ. അതുകൊണ്ടാണ് ഖുർആൻ കേട്ട് അവർ കരഞ്ഞത്, അതുകൊണ്ടാണ് ഖുർആൻ കേട്ട് അവർ ചിന്തിച്ചത്, അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. നമുക്ക് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാവുന്നില്ല, കാരണം അതിന്റെ അർത്ഥം നമുക്കറിയില്ല. ഓരോ ദിവസവും 17 തവണ നിർബന്ധമായി പാരായണം ചെയ്യുന്ന ഫാത്തിഹയുടെ പോലും, പ്രിയപ്പെട്ടവരെ, ഈ ഖുതുബ കേൾക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അതിന്റെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അറിയാത്ത ആളുകൾ ഉണ്ടാവും, അറിഞ്ഞാൽ തന്നെ കൃത്യമായി അറിയാത്ത ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന്റെ ആശയം പഠിച്ച് മനസ്സിലാക്കാൻ, അത് മുന്നേറാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നു, അത് മനഃപ്പാഠമാക്കുന്നു, അതിന്റെ ആശയങ്ങൾ പഠിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിന്റെ പരമാവധി ഓരോരുത്തർക്കും പറ്റുന്ന വിധത്തിൽ ചെയ്യാനൊന്ന് ശ്രമിച്ചാൽ ഖുർആനുടെ ആളുകളായി നമ്മൾ മാറും. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകൾ മാറുമെന്നാണ്. അങ്ങനെ ഖുർആനുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായാൽ നമ്മൾ വിഷയമായി തുടക്കത്തിൽ പറഞ്ഞ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ്. കാരണം ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കിതാബ് മുബാറക് എന്നാണ്.
ബറക്കത്തുള്ള ഗ്രന്ഥമെന്നാണ് ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും, വീട്ടിൽ ബറക്കത്തുണ്ടാവും, സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, ആനന്ദമുണ്ടാകും. എന്ത് പ്രശ്നം വന്നാലും സഹിക്കാനും ക്ഷമിക്കാനൊക്കെ ഉള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാവും ആ ഖുർആനുമായിട്ട് ബന്ധമുണ്ടാവുമ്പോൾ. അല്ലാത്ത പക്ഷം അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം വിഷയങ്ങളിൽ നല്ല ഒരു ശ്രദ്ധയും ആ ഒരു ബോധവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ ബറക്കത്ത് കടന്നു വരാനുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്. മൂന്നാമത്തെ കാര്യമായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് തൊലബുൽ ബറക ബിദ്ദുആ എന്നതാണ്. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ എന്നുകൊണ്ട് ആ ബറക്കത്തിനെ ചോദിച്ചു വാങ്ങുക എന്നതാണ്. ആ രൂപത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന, അല്ലാഹുവേ ഞങ്ങളുടെ നാടായ മദീനയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ. വഫീ ഹിമാരിന, ഞങ്ങളുടെ ഫലങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ. വഫീ മുദ്ദിന വഫീ സ്വാഇന, ഞങ്ങളുടെ മുദ്ദിലും ഞങ്ങളുടെ സ്വാഇലും ബറക്കത്തൻ മഅ ബറക, ധാരാളമായി ബറക്കത്ത് നീ നൽകണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ പ്രാർത്ഥനകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യത്തിലും, തിന്മയല്ലാത്ത തെറ്റല്ലാത്ത ഏതൊരു കാര്യത്തിലും ബറക്കത്തിന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹുവേ എന്റെ ജോലിയിൽ എനിക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എനിക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ, എന്റെ മക്കളിൽ എനിക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ, എന്റെ വീട്ടിൽ എനിക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ. ഇങ്ങനെ ഓരോ കാര്യത്തിലും ബറക്കത്തിന് നമ്മൾ ചോദിക്കണമെന്നതാണ്. അള്ളാഹുവിനെ ചോദിക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. ചോദിക്കാത്ത ആളുകളെയാണ് അള്ളാഹുവിനെ വെറുപ്പ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചോദിക്കുമ്പോഴാണ് ദേഷ്യം കൂടുതൽ ഉണ്ടാവുക. അള്ളാഹുവിനെ ചോദിച്ചില്ലെങ്കിലാണ് ദേഷ്യം ഉണ്ടാവുക എന്നാണ് ഹദീസുകൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയത്തിലും ആ ബറക്കത്തിനെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. നമ്മൾ നമുക്ക് വേണ്ടിയും ചോദിക്കണം. അതോടൊപ്പം തന്നെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടും ബറക്കത്തിനെ ചോദിക്കാൻ വേണ്ടി ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭക്ഷണം നമുക്കൊരാൾ നൽകിയാൽ, നമ്മളൊരാൾ ഭക്ഷിപ്പിച്ചു, ആ ഭക്ഷിപ്പിച്ചാൽ ഭക്ഷണം കഴിച്ച് നന്ദി എന്ന് പറഞ്ഞ് താങ്ക്സ് എന്ന് പറഞ്ഞ് പോവുക മാത്രമല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അതതിന്റെ ഭാഗമാണ്, അത് മാത്രം പോരാ. മറിച്ച് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നന്മ എന്താണ് സഹോദരന്മാർ? പലരും മറന്നു പോകുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. ഭക്ഷണം തന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഭക്ഷണം തന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും, അല്ലാഹുവേ നീ അവർക്ക് റിസ്കായി കൊടുത്തതിൽ അവർക്ക് ബറക്കത്ത് ചൊരിയണേ. ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഭക്ഷണം തന്നയാൾക്ക് അദ്ദേഹത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ എന്നാണ്. ആ റിസ്കിൽ ബറക്കത്ത് കൊടുക്കണേ. വഗ്ഫിർ ലഹും വർഹംഹും, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അവർക്ക് നീ കാരുണ്യം ചൊരിയണേ. എന്ത് മഹത്തരമായ പ്രാർത്ഥനയാണ് അത്! വലിയൊരു സമ്മാനമാണ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് നമ്മൾ അവർക്ക് വേണ്ടി നിർവഹിക്കേണ്ടത് എന്ന്. അതുപോലെ തന്നെ നമ്മളൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കാറുണ്ട്, പല ആളുകളുടെയും വിവാഹത്തിൽ പങ്കെടുക്കാറുണ്ട്. ആ വിവാഹത്തിൽ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുന്നതിനേക്കാൾ ആ വിവാഹിതനാകാൻ പോകുന്ന വരനും വധുവിനും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്താണ് സഹോദരന്മാരെ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. പലരും മറന്നു പോകുന്ന കാര്യമാണ്. അവർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു. ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നിന്റെ ജീവിതത്തിലും നിന്റെ ചുറ്റിലുമെല്ലാം നിനക്ക് ബറക്കത്ത് ചൊരിയട്ടെ, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു ഖൈറിൽ കോർത്തിണക്കട്ടെ എന്ന് പറയുന്ന മഹത്തരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ അവർക്ക് വേണ്ടി നിർവഹിക്കണം. അവർക്ക് ബറക്കത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ ബറക്കത്തില്ലെങ്കിൽ അവരുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകില്ല. ഈ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാരെ, നമുക്ക് വേണ്ടി ബറക്കത്തിന് പ്രാർത്ഥിക്കണം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ചും ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരുമ്പോഴൊക്കെ, നമ്മളെ ഭക്ഷിപ്പിക്കുമ്പോഴെല്ലാം ബറക്കത്തിനെ ചോദിക്കാൻ ശ്രദ്ധിക്കണമെന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ രീതിയിൽ കാര്യങ്ങളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഏറ്റവും അനുഗ്രഹീതമായ ബറക്കത്തുടയ ജീവിതം സാധ്യമാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുടെ സജീവ പ്രവർത്തകനായ നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫ്ച്ചയുടെ ഭാര്യ അല്പം പ്രയാസകരമായ സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് എത്രയും പെട്ടെന്ന് ആ പ്രയാസം മാറി ആരോഗ്യകരമായ സമ്പൂർണ്ണമായ ആശ്വാസമുള്ള ജീവിതം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവരെയും നമ്മളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.